ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് റീൽസ് ചിത്രീകരിച്ചതിന് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉടമ ജസ്ന സലീമിനെതിരെ കേസെടുത്തു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ പരാതിയിലാണ് നടപടി. കലാപാഹ്വാനത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. സൂരജ് സജീവ് വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ചേരുകയാണ്. സൂരജ്, കലാപാഹ്വാനത്തിനാണ് ഇപ്പോൾ ജസ്നയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുകയാണ്. പലതവണ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ റീൽസ് ചിത്രീകരണം നടത്തരുത് എന്നുള്ള അറിയിപ്പൊക്കെ ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതാണ്. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? പ്രവിധ, ഈ മാധ്യമങ്ങൾക്കടക്കം കർശന നിയന്ത്രണമുള്ള ഒരു മേഖലയാണ് ഈ ഗുരുവായൂർ ക്ഷേത്രം പരിസരം. അവിടെയാണ് ഇപ്പോൾ ഈ ജസ്ന റീൽസ് ചിത്രീകരിച്ചിരിക്കുന്നത്. നേരത്തെയും ജസ്നയ്ക്കെതിരെ ഇവിടെ അനധികൃതമായ റീൽസ് ചിത്രീകരിച്ചതിന് കേസെടുക്കുകയും അതിന്റെ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ഈ റീൽസ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തും നടപ്പന്തലിലും ഈ റീൽസ് ചിത്രീകരണം നിരോധിച്ചിരിക്കുന്നത്. നേരത്തെയും ഇത് സംബന്ധിച്ച് ഹൈക്കോടതി ഈ വിഷയം പരിഗണിക്കുകയും അതിനകത്ത് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തതാണ്. അത് നിലനിൽക്കുന്നതിനാൽ ഈ റീൽസ് ചിത്രീകരണം അടക്കം വിലക്കിക്കൊണ്ട് ബോർഡുകൾ അടക്കം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം നിലനിൽക്കെയാണ് ജസ്ന ഇത്തരത്തിൽ ഈ റീൽസ് ചിത്രീകരിച്ചിരിക്കുന്നത്. ജസ്നയ്ക്കെതിരെയും അതോടൊപ്പം തന്നെ മറ്റൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിനെതിരെയുമാണ് ഗുരുവായൂർ ദേവസ്വം പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ജസ്ന സലീമിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കലാപാഹ്വാനം, അതോടൊപ്പം തന്നെ അതീവ സുരക്ഷിത മേഖലയിൽ അതിക്രമിച്ചു കയറി തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നടപടി. സുരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.